കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ജീവനക്കാരായ വിമുക്ത ഭടന്മാർക്ക് 5 മാസമായി മുടങ്ങിപ്പോയ ശമ്പളം എത്രയും വേഗത്തിൽ നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. സമാനമായ നിർദ്ദേശം ലേബർ കമ്മീഷനും നൽകിയിട്ടുണ്ട്. നിലവിൽ 70ഓളം വിമുക്ത ഭടന്മാർക്കാണ് ശമ്പള കുടിശ്ശിക കിട്ടാനുള്ളത്. അതിനിടെ സെക്രട്ടേറിയറ്റ് സുരക്ഷാ ചുമതലയിൽ നിന്ന് ഇവരെ മാറ്റാനുള്ള ശ്രമത്തിനെതിരെയും പരാതി ഉയർന്നിട്ടുണ്ട്. വിമുക്ത ഭടന്മാരുടെ സംഘടനയായ നാഷണൽ എക്സ്-സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷനും ലേബർ കമ്മീഷനും നൽകിയ പരാതിയെ തുടർന്നാണ് മുടങ്ങിയ 5 മാസത്തെ ശമ്പളം നൽകാൻ ഉത്തരവായത്. മനുഷ്യാവകാശ കമ്മീഷൻ, ലേബർ കമ്മീഷൻ എന്നിവരുടെ മുമ്പാകെ ഇതിന്റെ മറുപടി 8 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് ഏജൻസിയായ കെസ്കോണിന് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചു. ഇതിനിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്നും സുരക്ഷാ ചുമതലയിലുള്ള വിമുക്ത ഭടന്മാരെ നീക്കി പകരം സംസ്ഥാന പോലീസിനെ നിയോഗിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. ഇതിനെതിരെ നാഷണൽ എക്സ്-സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി രംഗത്ത് വന്നു. ദിവസവേതന അടിസ്ഥാനത്തിലും ഉദ്യോഗാർത്ഥികളെ പോലെ PSC പരീക്ഷ എഴുതി ഉന്നത മാർക്ക് കരസ്ഥമാക്കിയും തൊഴിലിൽ പ്രവേശിച്ച വിമുക്ത ഭടന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഇത്തരം കിരാതമായ നടപടികൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. മുഴുവൻ സമയവും വിശ്രമരഹിതമായി ദിവസവേതന അടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്തു വരുന്ന വിമുക്ത ഭടന്മാരുടെ തൊഴിലുകൾ നിഷേധിക്കുന്ന ഇത്തരം കിരാതമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നിവേദനം നൽകിയതായി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് BR കൃഷ്ണകുമാർ, സെക്രട്ടറി സജീവ് കുമാർ എന്നിവർ അറിയിച്ചു. ജനം, തിരുവനന്തപുരം.